നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. നമ്മുടെ തൊപ്പിയുടെ ലീലാവിലാസങ്ങളെ കുറിച്ച് പറയാതെ വയ്യ. തൊപ്പി ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ. എന്നിരുന്നാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പുള്ളിക്കാരന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു അല്ലേ. എന്നാൽ അതിനൊക്കെ ശേഷം ഇവർ രണ്ടുപേരുടെയും അടുത്തൊരു സാധനം വൈറലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അവിടെ തൊട്ടാണ് ഈ സംഭവത്തിന്റെ തുടക്കം. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. പക്ഷെ ആരോടും പറയരുത്. ഫാൻ മൊമെന്റ് അതാ. എന്നെ കൊണ്ട് തോറ്റു. പഴയ കോഡടിച്ചല്ലോ. അങ്ങോട്ട് യെസ് പറയും പിള്ളേച്ചാ. അങ്ങനൊക്കെ തന്നെയല്ലേ ഇവന്റെ ഒക്കെ ഒരു യോഗം അല്ലേ. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. പക്ഷെ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാൻ 2 മകളെ കഴിക്കണമെന്നാ? കൊതിപ്പിക്കല്ലേ ഭഗവാനെ. അതിനുശേഷം പിന്നെ സംഭവിച്ചത് എന്താണെന്ന് അറിയോ? അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഫസി ഇവന്റെ ഫോണിലേക്ക് വിളിച്ചു. നമുക്ക് എന്തായാലും ആ രംഗം ഒന്ന് കണ്ടോക്കാം. ഞാൻ തമാശാക്കിയാന്ന് ലൈവല്ലേ, അപ്പൊ തമാശാക്കുന്നേന്ന് എന്നുവെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവന് അർത്ഥമുണ്ടോ? ഉണ്ട്. ചോദിച്ച കേട്ടില്ലേ? ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? കൊറേ ആൾക്കാർ എന്നെ വിളിക്കും. അതേപോലെ ഒരുത്തി എന്നെ വിളിച്ചു. അവ വെച്ച് വെറുതെ തമാശാക്കുന്ന ഓള് ഇങ്ങനെ പറ്റിക്കാൻ വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. കളിക്കരുത്, ഞങ്ങൾ മഹാചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ? ആണ് എന്നാ ഞാൻ 4 കെട്ടും. എന്നപ്പോ ഞാൻ 4 കെട്ടും. നീ എന്താക്കൂ? പുറത്തു മാഞ്ഞ് പുള്ളി തനി ആഭാസൻ. പറഞ്ഞാ മനസ്സിലാവുന്ന വെച്ചാ പിന്നെ ഞാൻ എന്തെങ്കിലും അയ്യോ, നശിപ്പിച്ചു. നീ സംസാരിക്കണ്ട. ഞാൻ കട്ടാക്ക്. വെറു ഓള കട്ടാക്ക. ഇനി ഞാൻ കട്ടാക്കട്ടെ. തീർന്നില്ല. നിന്നെ ഞാൻ തീർന്നു. എന്താ? എന്നാ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു.